മംഗല്യം തന്നുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. സാഗുന്തി അവർ ഉറ്റുനോക്കിക്കൊണ്ട് തന്റെ മിഴികൾ അമർത്തി തുടച്ചു. തനിക്ക് വേണ്ടി കൊണ്ടുവന്ന പുടവയിലേക്കോ ആഭരണങ്ങളിലേക്കോ നോക്കി. ദേഷ്യവും വാശിയും എല്ലാം കൊണ്ട് അവിടെ മുഖം വലിഞ്ഞു മുറുകി. മോളെ വാ, അമ്മ ഒരുക്കി തരാം. ദേഷ്യവും സങ്കടം ഒരുപോലെ വന്നെങ്കിലും അതിനെ കടിച്ചമർത്തി മാലിനിക്ക് മുമ്പിലേക്ക് ചെന്നു അവൾ. പെട്ടെന്ന് ഡോർ മുട്ടുന്ന ശബ്ദം കേട്ട് മാലിനി സാഗുന്തിയെ നോക്കിക്കൊണ്ട് ചെന്ന് ഡോർ തുറന്നു. മുന്നിലൊരു താളം പിടിച്ചു നിൽക്കുന്ന സരസ്വതിയെ കാണെ തലതാഴ്ത്തി നിന്നു മാലിനി. മാലിനി, ദാ ഇത് അരുണിന്റെ വീട്ടുകാർ കൊണ്ടുവന്ന അവരുടെ കുടുംബ പാരമ്പര്യം അനുസരിച്ച് ഇത് ഉടുക്കണമെന്ന് അവരുടെ ആവശ്യം. അമ്മ അവളോട് ഇത് ഉടുപ്പിക്കാനാ പറഞ്ഞുകൊണ്ട് കയ്യിലെ താലം മാലിനിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നടന്നു നീങ്ങി സരസ്വതി. സൗഗന്ധി മാലിനിയുടെ കയ്യിലെ താലത്തിലേക്കും അതിലെ സാരിയിലേക്കും നോക്കി. അടിമുടി ഇരഞ്ഞു കയറാൻ അവൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല. അമ്മേ, ഈ കീറ സാരിയാണ് എനിക്ക്, കണ്ടാ മതി. ഏറ്റവും താഴ്ന്ന ലോ ക്ലാസ് വരെ ഇതിനേക്കാൾ നല്ല ഉടുക്കും. ഇത് അവരുടെ മരുമകൾക്ക് തന്നെ കൊണ്ടുകൊടുത്തേക്ക്, എനിക്കൊന്നും വേണ്ട. ദേഷ്യം കടിച്ചമർത്തിയുള്ള അവളുടെ വാക്കുകളിൽ സങ്കടം തോന്നിയെങ്കിലും മാലിന്യത അവൾക്ക് മുമ്പിലേക്ക് വെച്ച്. മോളെ, നിന്റെ അവസ്ഥ ഈ അമ്മയ്ക്ക് ഇപ്പം നന്നായിട്ട് അറിയാം. എന്നാൽ ഇപ്പം നമ്മുടെ മുമ്പിൽ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല മോളെ. ദേ, നീ എന്തെങ്കിലും തന്നിഷ്ടം കാണിച്ച് ഇനി എന്തെങ്കിലും എതിർത്താ നമ്മളെല്ലാവരും കൂട്ടത്തോടെ ഇവിടുന്ന് പടിയിറങ്ങേണ്ടി വരും. തൽക്കാലം മോളിങ്ങോട്ട് വാ, എന്തെങ്കിലും വിരുന്നെന്നൊക്കെ പറഞ്ഞ് മോളിങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ പതിയെ മോൾ ഇവിടെ തന്നെ അങ്ങ് നിന്ന് പോയാൽ ആർക്കും വലിയ കുഴപ്പമൊന്നും കാണില്ല. അതുവരെ എൻ്റെ മോൾ ക്ഷമിക്കേ. മാലിനിയുടെ വാക്കുകളൊന്നും ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും തനിക്ക് മുന്നിൽ ഇതല്ലാതെ മറ്റൊന്നിനി തിരഞ്ഞെടുക്കാനില്ലെന്ന് അവൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. പാർട്ടിക്ക് വേണ്ടി ഒരുക്കിയ സ്റ്റേജിൽ തന്നെ നിമിഷങ്ങൾ കൊണ്ടൊരു മണ്ഡപം ഒരുങ്ങി. അരുണിന്റെ അമ്മയൊഴികെ അവന്റെ അനിയത്തി അരുണിമയും ബാക്കി കുടുംബാംഗങ്ങളും അവിടെ എത്തിയിരുന്നു. അരുണിമയ്ക്ക് തന്റെ ഏട്ടന്റെ മുഖം കാണുന്നതോറും വല്ലാത്ത വിഷമം തോന്നി. അടികൂടുമ്പോൾ തമാശയിൽ ഓരോന്ന് പറയുമെങ്കിലും തന്റെ ഏട്ടന്റെ വിവാഹം ഇങ്ങനെയൊന്നല്ല കരുതിയത്. അവളുടെ മുഖത്തെ വിഷമം കാണെ നിധിയും ജൂഹിയും ഋതികയെ അവളെ ചേർത്ത് പിടിച്ചു. മുഹൂർത്തത്തിനുള്ള സമയമായതും പട്ടുസാരിയും എടുത്ത് സർവാഭരണ വിഭൂഷിതയായി വരുന്ന സൗഗന്ധിയെ കാണെ അരുണിന്റെ മിഴികൾ ദേഷ്യത്തോടെ ചുവന്ന് തുടുത്തിരുന്നു. സൗഗന്ധിയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല. മാലിനി അവൾ അരുണിന്റെ അടുത്തായി കൊണ്ടിരുത്തി. ചടങ്ങുകൾ ഓരോന്നും വൈകാതെ തുടങ്ങി. പൂജിച്ചു നൽകിയ താലി പൂജാരി അവന് നേരെ നീട്ടിയതും എല്ലാവരെയും നോക്കിക്കൊണ്ട് ആ താലി വാങ്ങി അവളുടെ കഴുത്തിലേക്ക് കെട്ടി. അരുണിന്റെ അവസ്ഥ കാണുന്തോറും നിധിയുടെ മിഴികളിൽ നോവ് പടർന്നിരുന്നു. അപ്പോഴും ഒരു താങ്ങായി അശോക് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു ചടങ്ങ് എന്ന പോലെ അരുന്ധതിയുടെയും ബാക്കിയുള്ളവരുടെ അനുഗ്രഹം വാങ്ങി സൗഗന്ധി അശോകിന്റെ തോളിൽ ചാരി നിൽക്കുന്ന നിധിയുടെ അടുത്തേക്ക് ചെന്നു. നീ എന്നെ പടിയിറക്കി നീ കരുതണ്ട, നോയിക്കോ, ഇതിനൊക്കെ നീ കരയുന്ന ഒരു ദിവസം വരും, കാത്തിരുന്നോ നിധി. അവൾ പറയുന്നതിന് മറുപടി എന്നോണം അശോക് നിധി ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. രൂക്ഷമായി അവനെ നോക്കി സൗഗന്ധി. അവൾക്ക് മുമ്പിൽ ഒരിക്കൽ തീർത്തൊരു കവചമാണ് അവനെന്ന് തോന്നിപ്പോയി അവൾക്കൊരു നിമിഷം. ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഇറങ്ങാനൊരുങ്ങുമ്പോഴും ഒടുങ്ങാത്ത കനലോടെ ദൂരേക്ക് നോക്കി നിന്നു സൗഗന്ധി. ആ, എന്നാ പിന്നെ ഇനി വൈകിക്കണ്ട, ഇറങ്ങാം. അരുണിന്റെ അമ്മാവന്റെ ശബ്ദം ഉയർന്നതും അരുന്ധതിയും ബാക്കിയുള്ളവർ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നാ ഇനി വൈകിക്കേണ്ട, പിന്നെ ഇന്ന് ഇവിടുന്ന് ആരും അങ്ങോട്ട് വരുന്നില്ല, നാളെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വന്നോളാം. അരുന്ധതിയുടെ വാക്കുകൾ കേൾക്കെ വല്ലാത്തൊരു പകപ്പോടെ നോക്കി സൗഗന്ധി. അമ്മേ, എന്തീ പറയുന്നത്? മോള് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടെ പോകണ്ടേ? തൽക്കാലം നാളെ പോകുന്നേ ഉള്ളൂ മാലിനി. ഇവള് ചെയ്തതിന് ഇവൾക്ക് ചെറിയൊരു ശിക്ഷയെങ്കിലും കൊടുക്കണ്ടേ? ഇനി നിനക്ക് നിർബന്ധമാണെങ്കിൽ നിനക്കും പോകാൻ കൂടെ. പിന്നെ ഈ പടികൾ കയറണമെന്നില്ല. അമ്മേ, വേണ്ട, മറുത്തൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. ഇന്ന് ഇവിടുന്ന് ആരും ഇവിടെ കൂടെ പോവില്ല. ഉറപ്പോടെയുള്ള അരുന്ധതിയുടെ വാക്കുകൾ കേട്ടതും എല്ലാവരെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് കൈലാസത്തിന്റെ പടികൾ ഓരോന്നായി ഇറങ്ങിയവൾ അരുണിന്റെ കൂടെ കാറിലേക്ക് കയറുമ്പോഴും നിധിയെ ചുട്ടിരിക്കാൻ പാകത്തിന് അവളുടെ മുഖവും ചുവന്നു കൊടുത്തിരുന്നു. ബാൽക്കണിയിൽ ഏറെ നേരമായുള്ള നിൽപ്പാണ്. ഒരു കൈ തന്റെ വയറിലും ഒരു കൈ തന്റെ താലിയിലും പിടിച്ച് കറക്കുന്നുണ്ട്. പുറകിലൂടെ ചുറ്റിപ്പിടിക്കുന്നവന്റെ കൈകൾ അവളുടെ വയറിൽ പതിയെ പൊതിഞ്ഞു പിടിച്ച് താടിത്തുമ്പ് അവളുടെ ഷോൾഡറിൽ ചേർത്ത് പിടിച്ചു. അവളുടെ മിഴിനീർത്തുള്ളികൾ അവന്റെ കൈകളിലേക്ക് പതിഞ്ഞതും സംശയത്തോടെ അശോക് അവളുടെ മുഖം പൊതിഞ്ഞു പിടിച്ചു തനിക്ക് നേരെ. നിധി, വാട്ട് ഹാപ്പൻഡ്? ഒന്നുമില്ല അശോക്. അരുൺ, അവനോർക്കുമ്പോ എന്തോ ഞാൻ കാരണല്ലേ ഇതൊക്കെ. നീ കാരണമല്ല നിധി. അവൾ ചെയ്ത തെറ്റിൽ ദൈവം അവൾ തന്നെ തള്ളി വീഴ്ത്തി. അതിലിപ്പോ അരുൺ പെട്ടുപോയെന്ന് മാത്രം. എന്നാലും അശോക് എങ്ങനെയാ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടി ജീവിക്കുന്നത്? അതൊക്കെ അശോക് അവിടെ അതരങ്ങൾക്ക് മീ തന്റെ വിരൽ വെച്ചു. അവൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് നിധി. ഒരുപക്ഷെ ഇത് അവൾക്ക് ഒരു തിരിച്ചറിവാകും, അല്ലെങ്കിൽ ഇന്ന് നീക്കുമായി സ്വന്തം കുഴി തോണ്ടി വെക്കുന്നതും ആവും. അശോക്, എന്നാലും സ്റ്റോപ്പ് നിധി. ഇനി ഈ കാര്യോർത്ത് ഈ മുഖം വാടുന്ന ഞാൻ കാണരുത്. ഈ മുഖം ഒന്ന് വാടിയാൽ പോലും ഇറ്റ് വിൽ കിൽ മീ വിത്തൗട്ട് ആക്ച്വലി കില്ലിങ് മീ. തന്നെ മുഖം പൊതിഞ്ഞ് പിടിച്ച് പറയുന്നവനെ കാണെ ചെറുനോവിൽ കലർന്ന പുഞ്ചിരിയോടെ നിധി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അരുണിന്റെ വീട്ടുമുറ്റത്ത് കാർ നിർത്തിയതും അത്രയും നേരം കണ്ണുകളടച്ച് കാറിൽ ചാരിക്കിടന്ന സൗഗന്ധി പതിയെ മിഴികൾ തുറന്നു. മിഴിനീർക്കണങ്ങൾക്കൊപ്പം അവളുടെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നിരുന്നു. വായിച്ചി, അരുണിമ ഒന്ന് വിളിച്ചവും ചുറ്റുമൊന്ന് കണ്ണോടിച്ചു സൗഗന്ധി. അത്യാവശ്യം വീട്ടിലുള്ള ആളുകളെ കണ്ടതും ഒരു മുഷിച്ചിലോടെ കാറിൽ നിന്നിറങ്ങി. കൈലാസത്തിന്റെ കാലിലൊരു ഭാഗം പോലും ഇല്ലാത്ത ആ വീടും പരിസരവും കാണെ തൊട്ടടുത്ത് നിൽക്കുന്ന അരുണിനെ നോക്കി ഒന്ന് പുച്ഛിച്ച് മുന്നോട്ട് നടന്നു.
അപ്പോഴും അശോകിനെ നിധിയെ ഓർത്ത് അവളുടെ മുഖത്ത് ദേഷ്യം ഇരച്ച് കയറിക്കൊണ്ടിരുന്നു. മുന്നിലൊരു കോട്ടൺ സാരി എടുത്ത് ഒരു 50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന സ്ത്രീയെ കണ്ട് സൗഗന്ധ്യ അടിമുടിയൊന്ന് നോക്കിയവരെ. മുഖത്തെ വിഷമം മറച്ചു വെച്ച് അരുണിനെ നോക്കിയൊരു വാടിയ പുഞ്ചിരി നൽകിയവർ. വാ മക്കളെ പറഞ്ഞുകൊണ്ട് അരുണിനെ സൗഗന്ധിയുടെ അടുത്തേക്ക് പിടിച്ചു നിർത്തി ആരതി ഒഴിഞ്ഞു. കത്തിച്ചു വെച്ച നിലവിളക്കെടുത്ത് സൗഗന്ധിയുടെ കയ്യിലേക്ക് നീട്ടി. മനസ്സില്ലാ മനസ്സോടെ ആ വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി അവൾ. ചുറ്റും കൂടി നിന്ന് തന്നെ നോക്കുന്ന ബന്ധുക്കളുടെ എല്ലാം നോട്ടം കാണെ ഒരു മുഷിച്ചിലൂടെ അവൾ മുഖം തിരിച്ചു. കൊട്ടാരത്തിന്ന് വന്നല്ലേ, ഈ വീടൊന്നും കണ്ണിപ്പിടിച്ച് കാണില്ല. എന്നാ പിന്നെ നമ്മുടെ ചെക്കനെ പ്രേമിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആദ്യമേ അറിയുന്നല്ലേ. ആ ഭാർഗവിയുടെയും മക്കളുടെയും വിധി, അല്ലാണ്ടെന്താ. ഏതായാലും നല്ല സ്വർണ്ണമൊക്കെ ഉണ്ട്. കഴുത്തി കിടക്കുന്ന ആ വലിയ മാല തന്നെ കാണും, ഒരു 7-8 പവൻ. സൗഗന്ധിയുടെ ഭാവങ്ങൾ കണ്ട് കുടുംബക്കാർ ഓരോ അടക്കം പറച്ചിൽ തുടങ്ങിയിരുന്നു. കുടുംബക്കാരോടെല്ലാം അരുണിന്റെ അമ്മ അവൻ സ്നേഹിക്കുന്ന കുട്ടിയാണ്, ആ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ അവൻ വിളിച്ചിറക്കിയെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ചേച്ചി ചേച്ചി വാ, ദേ അതാ ഏട്ടന്റെ മുറി. സൗഗന്ധിയുടെ കയ്യിൽ പിടിച്ച അരുണിമ അവൾ അരുണിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിലെത്തിയതും ആ മുറി ആ കണ്ണോടിച്ച സൗഗന്ധിയുടെ മുഖം വലിഞ്ഞു മുറുകി. കൈലാസത്തിൽ താൻ കിടന്നിരുന്ന റൂമിന്റെ പകുതി പോലും വലിപ്പമില്ല. ഒരലമാരയും ചെറിയൊരു മേശയും കട്ടിലും ബെഡും, അതൊരു നോർമൽ ഐറ്റം. ചേച്ചി ആരടി നിന്റെ ചേച്ചി? കുറെ നേരം അവിടെ ഒരു ചേച്ചി, ഇറങ്ങി പോടി. ദേഷ്യത്തോടെ അരുണിമയെ നോക്കി പറഞ്ഞു. അവളുടെ സംസാരത്തിൽ അല്പം ദേഷ്യം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ സൗഗന്ധിയെന്ന് ഇരുത്തി നോക്കി അരുണിമ പുറത്തേക്ക് പോയി. പുറത്തിറങ്ങിയ അരുണിമ നേരെ ചെന്നപ്പെട്ടത് അരുണിന്റെ മുന്നിലേക്കാണ്. അവളോട് ദേ ഏട്ടന്റെ മുറിയിലുണ്ട്. പിന്നെ ഏട്ടന്റെ ഭാര്യയ്ക്കായിരിക്കുന്ന ഇരുതേ കൊട്ടാരത്തിലെ കെട്ടിലമ അധികാരം കൊണ്ട് എന്റെ അടുത്തേക്ക് വന്ന് ഞാൻ അടിച്ച് ചുമലത്തേക്കും പറഞ്ഞു ഏട്ടന്റെ പുന്നാര ഭാര്യയോട്. അതും പറഞ്ഞ് അരുണിമ അവിടെ നടന്നു നീങ്ങി. അരുൺ റൂമിലേക്ക് കയറിയതും കണ്ടു ബെഡിൽ കൈകൾ ചുരുട്ടി ദേഷ്യത്തോടെ ഇരിക്കുന്ന സൗഗന്ധിയെ. അവനെ കണ്ടതും ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്ന് സൗഗന്ധി, ഇതാണോ തന്റെ റൂം? ഈ കട്ടിലും ബെഡൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലെയാ? ഒരു AC പോലും ഇല്ല. അവിടുത്തെ ഫാമിലുള്ള കന്നുകാലികൾക്ക് പോലും ഇതിനേക്കാളും സൗകര്യമുണ്ട്. ഓ അതങ്ങ് കൈലാസത്തിലല്ലേ. ഇവിടെ കൊണ്ടുവന്ന കന്നുകാലിക്ക് തൽക്കാലം ഇത്ര സൗകര്യമുള്ളൊന്ന് കൂട്ടിക്കോ. ഡോ താനെന്ത് പറഞ്ഞേ? ഞാൻ കന്നുകാലിയാണെന്നോ? പറഞ്ഞുകൊണ്ട് അവരുടെ ഷർട്ടിൽ പിടിമുറുക്കി. ചി കൈയിടുകടി. ദേ ഒരു കാര്യം പറഞ്ഞ, അവിടെ പട്ടുമെത്തി കഴിഞ്ഞ് നിനക്ക് ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പോണ്ട് മാത്ര. അതിന്റെ കാര്യം ഇപ്പൊ എന്റെ അമ്മയുടെ അനിയത്തിയുടെ അടുത്ത് എടുക്കാൻ നോക്കിയാ ദേ എന്റെ ഈ കൈയുടെ ചൂട് നീ അറിയും. പിന്നെ ഇവിടെ ഇത്രയൊക്കെ സൗകര്യമുള്ളൂ, അതുമായിട്ട് പൊരുത്തപ്പെടാൻ പോകാൻ പറ്റിയെങ്കിൽ നിനക്ക് നിൽക്കാം, ഇല്ലെങ്കിൽ എവിടേക്കാണെന്ന് വെച്ചാൽ നിനക്ക് ഇറങ്ങിപ്പോവാം. അത്രയും പറഞ്ഞ് അവൾ പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും വീണ്ടും എന്തോർത്ത് അവൾക്ക് അടുത്തേക്ക് ചെന്നു. ഒരു കാര്യം കൂടെ ഓർക്കുന്ന നന്നായിരിക്കും, നീ ഇനി എങ്ങോട്ടൊക്കെ പോയാലും നിന്റെ ഈ ശരീരത്തിലെ ഓരോ അണുവിലും എന്റെ വിയർപ്പ് തന്നെയാടി. അവൾ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞ് അരുൺ ഡോറിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദേഷ്യത്തോടെ തലയിൽ നിന്ന് മുല്ലപ്പൂ വലിച്ചൂരി ദൂരേക്ക് എറിഞ്ഞ് നിലത്തേക്ക് ഇരുന്നവൾ. അപ്പോഴവിടെ കണ്ണിൽ നിധിയോടുള്ള പക നുരഞ്ഞുകൊണ്ടിരുന്നു. പതിവ് പോലെ ബാൽക്കണിയിൽ അല്പം പൊങ്ങിയ തന്റെ വയറിൽ പതിയെ തടവിക്കൊണ്ട് ദൂരേക്ക് നോക്കിയിരുന്ന നിധി. പുറകിലൂടെ തന്നെ പൊതിഞ്ഞു പിടിക്കുന്ന കൈകളെ കാണെ പതിയെ അവന്റെ നെഞ്ചിലേക്ക് ചാരി. അശോക് ഒന്ന് മൂളിക്കൊണ്ട് അശോക് അവളുടെ പിൻകഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. പാവ അരുൺ, ഒരിക്കലും ഇങ്ങനെയൊന്നും. എല്ലാം വിധിയാണ് നിധി. അവന്റെ ജീവിതത്തിൽ അവൻ ഇങ്ങനെ ഒരു വിധി ദൈവം കരുതി വെച്ചതാവാം. ഒരുപക്ഷെ അവൾ നന്നാവാൻ തീരുമാനിച്ചാൽ അവനൊരു ഭാഗ്യവാനായി തീരും. അതല്ല മറിച്ചാണെങ്കിൽ. ബാക്കി പറയാതെ അശോക് മൗനം പാലിച്ചു. ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അശോക്. സൗഗന്ധി അവൾ ഇങ്ങനെയൊക്കെ. നിധി അശോക് അവളെ തന്നെ നേരെ തിരിച്ചു നിർത്തി അവളുടെ ഇരുകവളിൽ തന്നെ കൈക്കൊമ്പിൽ പൊതിഞ്ഞു പിടിച്ചു. ഏയ് നിധി, ഡോൺ ക്രൈ, കരയരുത്. നിന്റെ ഈ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൾക്കും തിരിച്ചറിവ് വരുന്ന ഒരു ദിവസം വരും. സോ അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം. പിന്നെ അരുൺ അവനൊറ്റക്കല്ലല്ലോ, നമ്മളെ കൂടെ ഇല്ലേ, എല്ലാം ശരിയാവും. അശോക് നിധിയുടെ മിഴികൾ തുടച്ച് നീക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ നെറ്റിലെ ഒരു നേരത്തെ ചുംബനം നൽകി. നിധി ഒരു ചെറുചിരിയോടെ അവരുടെ നെഞ്ചിലേക്ക് തലയായിച്ചു. മോനെ, അവൾ ഒരുപാട് വേദനിച്ചിട്ടാ പോയത്. എങ്ങനെ സഹിക്കും മോനെ അവള്? ഓ എന്നാ നിങ്ങൾ കൂടെ അങ്ങോട്ട് ചെല്ല്. കഷ്ടപ്പെട്ടെല്ലാം പ്ലാൻ ചെയ്തിട്ട് അവസാനം പടിക്കലെത്തി കലോടിച്ച അവൾ ഒറ്റൊരാൾ മാത്ര കുടിച്ചു ബോധമില്ലാതെ അങ്ങോട്ട് പോയി ആരെങ്കിലും പറഞ്ഞവളോട്. മോനെ നീരും കാര്യമൊക്കെ ശരിയാ. എന്നിരുത്തി എന്റെ അമ്മ എന്ന് പറയുന്ന ആ നശിച്ച സ്ത്രീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന കരുതി നമ്മൾ ആരെങ്കിലും ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരുത്തിനെ കെട്ടേണ്ട ഗതികേട് വന്നില്ല എന്റെ മോൾക്ക്. നീരവൊന്നും മിണ്ടിയില്ല. അവന് മൊത്തം ദേഷ്യവും വാശിയും നിറഞ്ഞു നിന്നു. മോനെ ഇനി എന്താടാ ചെയ്യാ? അവളുടെ കൂടെ പോകാൻ പോലും അവർ സമ്മതിച്ചില്ല. അവളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം നമുക്ക്. ആ ഗതിയില്ലാത്തവരുടെ കൂടെ അവളെ എങ്ങനെ ജീവിക്കും മോനെ? എന്തെങ്കിലും കള്ളം കണ്ടുപിടിച്ച് ആ താലി അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവളോട് ഇങ്ങോട്ട് വരാൻ പറയണം. അത് വളരെ നല്ല കാര്യം തന്നെയാ മാലിനി. പുറകിൽ അരുന്ധതിയുടെ ശബ്ദം കേട്ടതും മാലിന്യാകെ വിളറി വെളുത്ത് അവരെയൊന്നും നോക്കാൻ പോലും കഴിയാതെ മിഴികൾ നിലത്തേക്ക് വായിച്ചു. എന്തേ നിർത്തിക്കളഞ്ഞ്? നാവില്ലേ നിനക്കിനി പറയാൻ? ആദ്യം തല്ലി പോച്ച് അടിക്കേണ്ടത് നിന്നെയാ. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി അഹങ്കാരത്തിനൊരു കുറവില്ലാത്ത ജന്മം. എന്തായാലും നീ ഇത്രയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടി നീ എപ്പോഴും ഓർത്തു വെച്ചോ മാലിനി. അരുൺ മോൻ തള്ളി പറയാതെ അവളായിട്ട് അവൻ ഉപയോഗിച്ച് എന്നീ പടി കയറി വരുന്നോ
അന്ന് അമ്മയും മക്കളും ഈ കൈലാസത്തിന്റെ പടികൾ എന്നേക്കായിട്ട് ഇറങ്ങേണ്ടി വരും, അതും വെറും കൈയോടെ. ഇതെപ്പോഴും നിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ മാലിനി. ഉറച്ച തീരുമാനത്തോടെ മാലിനിയെ നോക്കി പറഞ്ഞുകൊണ്ട് അരുന്ധതി അവിടെ നിന്ന് തിരികെ നടന്നു. അരുന്ധതിയുടെ വാക്കിൽ ഇനി തനിക്ക് സാഗുന്തിയുടെ കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന ബോധ്യത്തോടെ ഒരു പ്രതിമ കണക്കെ ബെഡിലേക്ക് ഇരുന്നു മാലിനി. മോനെ നീരു, ഇനി നമ്മൾ എന്ത് ചെയ്യും മോനെ? അവളിപ്പോ ഏത് അവസ്ഥയിലാണോ എന്തോ. അമ്മ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് വിഷമിക്കാതെ നമുക്കെല്ലാം ശരിയാക്കാം. തൽക്കാലം കുറച്ച് ദിവസം ഇതുപോലെ അങ്ങ് പോട്ടെ, പിന്നെ പതുക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്തെങ്കിലും കാരണം പറഞ്ഞ് അമ്മ അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഡാ, നീ അമ്മ പറഞ്ഞു കേട്ടതല്ലേ? അവളായിട്ട് ഇങ്ങോട്ട് അവന് വേണ്ടാന്നും പറഞ്ഞു വന്നാ പിന്നെ പറയണ്ടല്ലോ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താ. എൻ്റെ അമ്മേ, അതിനുള്ള വഴിയൊക്കെ നമുക്ക് ഒരുക്കാം. അവനായിട്ട് തന്നെ അവളെ വേണ്ടാന്ന് പറയും. അമ്മ നോയിക്കോ. നീ എന്തൊക്കെയാടാ പറയുന്നേ? അതെങ്ങനെ അവൻ? കാത്തിരിക്കമ്മ പറഞ്ഞുകൊണ്ടൊരു ഗൂഢമായ ചിരിയോടെ നീരവ് പുറത്തേക്ക് ഇറങ്ങി. വന്ന പാടെ തുടങ്ങിയ ഇരിപ്പാണ്. ഇടക്കാരിണിമയും അരുണിന്റെ അമ്മയും വന്ന് വിളിച്ചെങ്കിലും അവരോടെല്ലാം അല്പ അമർഷത്തോടെ തന്നെ വിളിച്ച് ഈ മുറിയിലേക്ക് കയറിയതെന്ന് പറഞ്ഞ് ആട്ടി ഇറക്കിയതാണ്. പുറത്തെ ബഹളെല്ലാം ഒതുങ്ങിയ മട്ടുണ്ട്. നേരത്തെ കേട്ടിരുന്ന ഒച്ചയും ബഹളൊന്നും കേൾക്കുന്നില്ല. ചിന്തിച്ചുകൊണ്ടൊരു മുഷിച്ചിലോടെ എണീറ്റ് ജനൽക്കമ്പിളിൽ പിടിമുറുക്കി. പുറത്തിരുട്ടിലേക്ക് നോക്കി നിൽക്കും തോറും കഴിഞ്ഞുപോയ രാത്രി തൊട്ട് ഈ നിമിഷം വരെ നടന്ന ഓരോന്നും കൺമുമ്പിൽ നിറഞ്ഞു നിന്നു. നിധിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അശോകിനെ ഓർക്കും തോറും തന്റെ ഈ ദുർവിധി ഓർത്തവരുടെ മുഖം വലിഞ്ഞു മുറുകി. പുറകിൽ ഡോർ ഓർക്കുന്ന ശബ്ദം കേട്ടതും ചുവന്നെടുത്ത മിഴികളോടെ തിരിഞ്ഞു നോക്കി സൗഗന്ധി. റൂമിലേക്ക് കയറി വന്ന അരുണിനെ കണ്ടതും ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്നു. തന്നെ കണ്ട ഭാവം പോലും കാണിക്കാതെ ഒരു തോർത്തുമെടുത്ത് വാഷ്റൂമിലേക്ക് പോവാൻ ഒരുങ്ങുന്നവനെ കാണെ അവന് മുമ്പിലായി കയറി നിന്നു. തന്നിലേക്കുള്ള അവളുടെ രൂക്ഷമായ നോട്ടം കാണെ അവളെ അടിമുടിയെന്ന് നോക്കി അരുൺ. എന്താടി, കെട്ടിലമ്മയ്ക്കൊന്നും അഴിച്ചു മാറ്റാനായില്ലേ? ഓ, ഇനി അതിനൊരു 10 തോഴിമാര് വേണമായിരിക്കുമല്ലേ? എന്റെ അമ്മയും പെങ്ങളും വന്നപ്പോ അവരോട് ഈ മുറിയിലേക്ക് വരേണ്ടത് പറഞ്ഞല്ലേ? അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യ്. അല്ലാതെ കൊട്ടാരത്തിലെ തോഴിമാരുടെ സേവനം ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. മാറി നിൽക്കടി അങ്ങോട്ട്. ഡോ, താനധികം ഷോ കാണിക്കണ്ട. എന്നെ ശരിക്കും അറിയില്ല തനിക്ക്. ഇതിൽ കൂടുതൽ ഇനി നിന്നെ അറിയാൻ എന്തിരിക്കുന്നടി? യു ഒന്ന് അടങ്ങു മോളെ. ദേ, അവിടുത്തെ അഹങ്കാരം അധികാരം ഇവിടെ കാണിച്ചാ നിന്റെ ഈ കാവളിൽ സുമന്നെടുക്കാനും നേരം കാണും. സാഗുന്തി ഒരു പുച്ഛത്തോടെ മുഖം തിരിച്ചു. ആ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് നിനക്കുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അവിടുന്ന് പോകുമ്പോൾ നിന്റെ വീട്ടുകാർ എടുത്തു തന്നിട്ടുമില്ല. പുന്നാരമോളുടെ അമ്മ ചിലപ്പോൾ ബുദ്ധി കൂടി മറന്നുപോയതായിരിക്കും. അതുകൊണ്ട് ദേ, അരുണിമയുടെ ഏതെങ്കിലും ഡ്രസ്സ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം അത് എടുത്തിട്ടേക്ക്. എന്താ പറഞ്ഞേ? തന്റെ സഹോദരി ഡ്രസ്സ് ഞാൻ ഇടാനോ? അതിനെന്റെ പട്ടിയെ പോലും കിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ഇടാതിരിക്കാം. തൽക്കാലം എനിക്കിപ്പോൾ പട്ടി തെരഞ്ഞു പോകാൻ സമയമില്ല. പറഞ്ഞിരുന്ന ഡോറിന്ന് അരുണിമ റൂമിലേക്ക് വന്നു. കയ്യിൽ അത്യാവശ്യം അവിടെ നല്ല പുതിയ ചുരിദാറും കയ്യിലുണ്ടായിരുന്നു. ചേച്ചി, ഇതൊക്കെ പുതിയതാ, അത്ര പഴകിയതൊന്നല്ല. പിന്നെ ഈ 2 ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഈ ഇന്നർവേഴ്സ് എല്ലാം പുതിയതാ, വാങ്ങി വെച്ച സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പറഞ്ഞുകൊണ്ട് അവൾക്കുമ്പിലേക്ക് നീട്ടി. സൗഗന്ധി ദേഷ്യത്തോടെ അതിലേക്ക് മിഴികൾ വായിച്ചു. കൊണ്ടുപോടിയതല്ല പറയുന്നതോടൊപ്പം അതെല്ലാം അവിടെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചു. അരുണിമ അല്പ അമർഷത്തോടെ അരുണിന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ മോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെച്ചേക്ക്. ഈ സാരി എടുത്ത് മുഷിച്ച് നടക്കുമ്പോൾ അവൾ മാറ്റിക്കോളും. അല്ലെങ്കിൽ ഇനി നാറാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇല്ലാന്നറിയാം. എന്നാലും ഒരു മനുഷ്യന് നിൽക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാവുമ്പോൾ എടുത്തിട്ടേക്കും. ഡോ, താൻ അധികം അഹങ്കരിക്കണ്ട. താൻ ഒറ്റ ആൾക്കാരനാ എനിക്ക് അവസ്ഥ വന്ന്. നിന്നെ ഇവിടെയും പോലെ പിച്ചച്ചാട്ടിൽ നിന്ന് വന്നല്ല ഞാൻ. എന്റെ വീട്ടിൽ ഞാനെടുത്ത ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സിന് പോലും 20,000 രൂപ ഉണ്ടാവും. അപ്പോഴാ ഏതോ കുപ്പത്തൊട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഇതൊക്കെ ഞാൻ ഇടണമെന്ന് പറഞ്ഞാൽ അതിന് വേറെ ജനിക്കണം. അരുൺ അവിടെ നിന്ന് പുച്ഛിച്ചുകൊണ്ട് അവിടെ മുന്നിലൂടെ ഒന്ന് കയറി നിന്നു. ഡേ, ഞാൻ വിചാരിച്ചതേ നീ ഇപ്പൊ വലിച്ചെറിഞ്ഞ ഈ ഉടുതുണി നിന്നെ അണിക്കാൻ എനിക്കറിയാനിട്ടല്ല. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നീ ഇനി വേറെ ജന്മം ജനിക്കോ ഇല്ലയോ ഏതായാലും വേണ്ടില്ല. അതൊക്കെ നിന്റെ ഇഷ്ടം. വേണമെങ്കിൽ കൊടുക്കാം. അതല്ല, കൊട്ടാരത്തിലെ മഹാറാണിക്ക് വില കൂടിയ ഡ്രസ്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ച നിന്റെ അമ്മ എന്ന സ്ത്രീയോട് തന്നെ പറഞ്ഞേക്ക്. അത്രയും പറഞ്ഞ് അരുൺ വാഷ്റൂമിലേക്ക് കയറിപ്പോയി. അരുണിമ സാഗുന്തിയും തുറിച്ചു നോക്കിക്കൊണ്ട് നിലത്തി വീണ ഡ്രസ്സെല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആ മോളെ, അവൾക്ക് കൊടുത്തില്ലേ ഡ്രസ്സ്? പുറത്തേക്ക് വന്ന അരുണിമയെ കണ്ട് ഭാർഗവി സംശയത്തോടെ ചോദിച്ചു. ഓ, അതിനമ്മയുടെ പുന്നാര മരുമകളെ 20,000 രൂപയുടെ മുകളിൽ വിലയുള്ള ഡ്രസ്സേ ഇടും. കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്ക്. ഈ വീട്ടിലെ സമാധാനം ഇന്നത്തോട് തീർന്നു. അഹങ്കാരം കുറച്ചൊന്നല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, എൻ്റെ ഏട്ടൻ്റെ കൈ വെറുതിരിക്കാൻ തോന്നില്ല. ഈ വീട്ടിലിടയ്ക്കിടയ്ക്ക് പടക്കം മുട്ടുന്ന കാണാം. മിണ്ടാതിരി അവിടെ. ഇത്രയും സുഖ സൗകര്യങ്ങളൊന്നും വന്നല്ലേ. പെട്ടെന്നൊക്കെ കിട്ടാൻ വന്നിട്ടാവും. നാളെ തന്നെ അവിടെയും കൊണ്ട് വേണ്ടൊക്കെ വാങ്ങിക്കാം. ആ, എന്നൊരു കാര്യം ചെയ്യ്. ആ സാധനത്തിനെ കൊണ്ട് പോകുമ്പോൾ ഈ വീടിൻ്റെ ആധാരം കൂടെ പണയം വെച്ചേക്ക്. ഒരു മുഷിച്ചിലൂടെ പറഞ്ഞ അരുണിമ തന്നെ മുറിയിലേക്ക് പോയി. എൻ്റെ ഈശ്വര, ഇനി എന്തൊക്കെയാണാവോ നടക്കുന്നേ. രാവിലെ അശോക് ഓഫീസിൽ നേരത്തെ പോയതും മുത്തശ്ശിയും കുട്ടി ക്ഷേത്രത്തിലേക്ക് പോയി നിത്തി. അശോകിനും തന്നെ കുഞ്ഞിനു വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. നന്നായി പ്രാർത്ഥിച്ചോ എൻ്റെ ജൂനിയർ അശോകിന് വേണ്ടി? മുത്തശ്ശിയുടെ ചോദ്യത്തിൽ ഒരു പുഞ്ചിരിയോട് അവരുടെ അടുത്തേക്ക് ചെന്ന് നിധി.
ജൂനിയറിന് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഏതായാലും ഇനി ഒരു 4 മാസം കൂടെ അല്ലേ, അതൊക്കെ ഒന്ന് കണ്ണടച്ചും തുറക്കും പോലെ അങ്ങ് പോവും. നിനക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടി ഞാൻ കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാൻ ഗുരുവായൂർ വരെ പോകുന്നുണ്ട്. അശോകിനെ കൈയോടെ പിടിച്ചുകൊണ്ട് പോകണമെന്ന് ഞാൻ കരുതിയത്. ആ എന്നാ നടന്നു തന്നെ. മുത്തശ്ശിയുടെ കൂടെ ഞാൻ വേണി വരാം. അശോക് വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. നീ ഈ അവസ്ഥയിൽ അത്രയും ദൂരം യാത്ര ചെയ്യേണ്ട, അത് ബുദ്ധിമുട്ടല്ലേ? നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ അശോക് എൻ്റെ കൂടെ ഗുരുവായൂരെന്നല്ല ഈ ഭൂമിയുടെ ഏത് കോണിലേക്കും വരും. മുത്തശ്ശിയുടെ വാക്കുകളൊരു പുഞ്ചിരിയോടെ മുന്നോട്ട് നോക്കി നിധി തന്നെ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്ന നീലുവിനെ കണ്ടത്. നീലു നീലു ഉറക്കി വിളിച്ച് അവൾക്ക് പുറകെ ഓടാനൊരുങ്ങിയതു. മുത്തശ്ശി അവളുടെ കൈകളിൽ പിടിച്ചു. നീ എന്താ നിധി ഈ കാണിക്കുന്നത്? ഇങ്ങനെ ഓടിപ്പോകാൻ പറ്റുന്ന സമയമാണോ ഇത്? ഒന്നിലൊരു ശ്രദ്ധയില്ലാതെ. അത് മുത്തശ്ശി ദേ നീലു. നീലു നിധി ഉറക്കി വിളിച്ചു. മുഖത്തെ പരവേശം മാറ്റി ചുരിദാറിന്റെ ഷോൾ കൊണ്ട് മുഖമൊന്നായി തുടച്ച് നീലൊരു പുഞ്ചിരിയോട് നിധിയെ തിരിഞ്ഞു നോക്കി. ആ നിധി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഇന്ന് ഹോസ്പിറ്റലിൽ നേരത്തെ പോകണം, അപ്പൊ വേഗം പോവായിരുന്നു. നീ എന്നെ ശരിക്കും കണ്ടില്ലേ നീലു? നിന്നെ കണ്ട നിന്റെ അടുത്തേക്ക് ഓടി വരാൻ ഞാനങ്ങ് പോവേൻ്റെ നിധി. എന്നിട്ടാണോ ഇന്നലെ എത്ര പെട്ടെന്നാ പോയത്? ഫംഗ്ഷൻ മുഴുവൻ കഴിയാൻ പോലും കാത്തുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ലേ നിധി, പെട്ടെന്ന് അമ്മയുടെ റിലേറ്റീവ് മരിച്ചു, അതാ ഞങ്ങൾ വേഗം പോയത്. ശരി, എന്നാ ഒരു ദിവസം എൻ്റെ കൂടെ ഇരിക്കാൻ അങ്ങോട്ട് വന്നേക്കണം. അതിനെന്താ, ഞാൻ എന്തായാലും വരും. എന്നാ നിധി ഞാൻ പോട്ടെ, എനിക്ക് വേഗം പോകണം അതാട്ടോ. എന്നാ ശരി, ഞാൻ പിന്നെ വീട്ടിലേക്ക് ഒരു ദിവസം വരാം. നിധി ഒരു ചെറുചിരിയോടെ പറഞ്ഞു. നീലു മുത്തശ്ശിയെ നോക്കി ചെറുപുഞ്ചിരി നൽകി. മുത്തശ്ശി, നിധി എന്നാ ഞാൻ. ശരി നീലു, ഇനി വൈകിക്കണ്ട. നിധി പറയുന്നിട്ടൊരു പുഞ്ചിരിയോടെ നീലു വേഗം നടന്നു നീങ്ങി. ആളൊരു പാവ മുത്തശ്ശി, എന്നെ വലിയ ഇഷ്ടമാണ്. അവൾക്കും ഭാസ്കരച്ചനും നളിനിയുമൊക്കെ എല്ലാം. ഒരു പുഞ്ചിരിയോടെ പറഞ്ഞിരിഞ്ഞു കാണുന്നത് അവൾ പോയ വഴിയും വിട്ടാ നോക്കി നിൽക്കുന്ന മുത്തശ്ശിയാണ്. മുത്തശ്ശി ഇത് എന്ത് നോക്കിയിരിക്കുക? ഏയ്, മോളുടെ കൂട്ടുകാരിയെ കുറിച്ച് ഓർത്തതാ. അന്ന് ആദ്യമായിട്ട് മോൾ അവളെ പരിചയപ്പെടുത്തി തന്നപ്പോഴേ എന്തോ ഞാൻ അതിനു മുമ്പ് അവളെ കണ്ട പോലെ. ഇത് വലിയ കണ്ടുപിടുത്തം. എൻ്റെ മുത്തശ്ശി ഇതേ ആളും മുത്തശ്ശിയൊക്കെ ഈ നാട്ടിലല്ലേ, എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞ്. പിന്നെ എങ്ങനെയാ മുത്തശ്ശി? അത് നീ വാ, നമുക്ക് വീട്ടിലെത്തിയിട്ട് നോക്കാം. പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുന്നോട്ട് നടന്നു. ഒരു ചെറു ചിരിയോടെ നിധിയും മുത്തശ്ശിക്കൊപ്പം കാറിലേക്ക് കയറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.